തീയതിയാണ് വീട്ടിന് പെൻഷൻ. അതുകൊണ്ടല്ലേ അവരടിച്ചു വന്നു തന്നെ നല്ലതിനെയൊക്കെ അവര് തീർത്ത് കളയും. വെച്ചേക്കില്ല. ഇന്ദിരാഗാന്ധി കിടന്നെങ്കിൽ എന്ത് ഇതൊക്കെ ആയിരുന്നു. അതെ, ഇന്ദിരാഗാന്ധി മരിച്ചതിന് നമ്മള് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഞങ്ങള് ഒരു കെട്ടിടത്തിന് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ? കാച്ചാണിയിൽ നെട്ടയത്ത് പഞ്ചായത്തിൻ്റെ അവിടെ ഒരു വീട്ടിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് ഞങ്ങൾ മതിയാക്കി. അന്ന് ഞങ്ങൾ മതിയാക്കി. അപ്പോഴേ തന്നെ മതിയാക്കി. 12 മണിക്ക് നമ്മൾ അറിഞ്ഞു അവിടെ നിന്നപ്പോൾ. കാരണം പ്രധാനമന്ത്രിയല്ലേ? പ്രധാനമന്ത്രിയല്ലേ അന്നത്തെ. അതെ. അത് മറ്റെന്ന് പറഞ്ഞപ്പോൾ മേശരിയാരൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മതിയാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉടനെ പറഞ്ഞു മതിയാക്കാം. അപ്പോഴത്തിരി ഇവിടെ കഴിഞ്ഞിട്ട് മതിയാക്കിയാൽ പോയി എന്നിട്ട് ഇനിയിപ്പോൾ മതിയാക്കാമെന്ന് പറഞ്ഞു. നമുക്ക് കൈ കാലം ആടുന്നില്ല. അല്ലോ ചെയ്യാം. അതൊക്കെ നല്ല നേതാക്കന്മാരല്ലേ? അതൊക്കെ നല്ല നേതാക്കന്മാർ. പിന്നെ അവരെല്ലാം നല്ല ആളുകളില്ലേ ഇവിടെ. ഇപ്പം ഇവിടെ ഉള്ള ആളുകൾ അത്രയും. ഇപ്പം പഞ്ചായത്ത് ഇലക്ഷന് ഒരു മുതലാളി പയ്യനാണ്. അതിൽ കിട്ടിയതാണ്. ഇവിടെ ഇതൊക്കെ അവരെ വീട്ടിൻ്റെ അങ്ങോട്ടൊന്ന് നോക്കിയാൽ ചോറിട്ടുണ്ണാപ്പി. ഇവിടെ ഒന്നും ചെയ്തില്ല. എൻ്റെ മൂത്ത മോൻ്റെ വീട് തോന്നുന്നു മുകളിലാണ്. അത് ഏത് പാർട്ടിക്കാരോട്? അവർ കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സാ? കമ്മ്യൂണിസ്റ്റ്. അതാണ് അവരെ വീടിൻ്റെ അവിടെ നന്നാക്കി. ഇങ്ങോട്ടൊന്നും നന്നാക്കിയില്ല. ഇവിടെ കണ്ട ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഇവിടെ കുഴിയും കുണ്ടും കുഴിയായിട്ട് അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കില്ലേ. ഇതാണ് മെയിൻ റോഡ്. നെടുമങ്ങാട് നിയോജകമണ്ഡലം. നെടുമങ്ങാട് നിയോജകമണ്ഡലം അല്ലേ? ഇവിടെ നേരത്തെ അഭ്യർത്ഥന കൊണ്ടിട്ടത് ആരാണ്? ഇവിടെ അഭ്യർത്ഥന കൊണ്ടുവന്ന നോട്ടീസ് കൊണ്ടുവന്നാര്? കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് ഈ റോഡ് ഇങ്ങനെ ആക്കിയിട്ടിട്ട്. അപ്പം ഞാൻ ഒരിക്കൽ ഇവിടെ പ്രസംഗത്തിന് ഇന്ന് വരെ എൻ്റെ മോൻ മരിച്ചിട്ട് 3 മാസമായി. ഏത് മോൻ? എൻ്റെ മൂത്ത മോൻ. കണ്ടിട്ടുണ്ടോ എന്താ ഇവിടെ നൗഷാന്റെ കടയിലൂടെ ചായ കച്ചവടമായിരുന്നു ഇവിടുത്തെ ഇറക്കം. അപ്പം അവന് വയ്യാതെ കിടന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇത്തിരി വെട്ടി ചരിച്ചു വെച്ചാരാൻ പറഞ്ഞു. അവന് അറ്റാക്ക് വന്നു. പിന്നെ തേരി കയറാൻ വയ്യ. പിന്നെ ഇവിടെയാണ് കൊണ്ടുവന്ന് കിടത്തിയത്. കേട്ടാ? കാരണം കണ്ട അവിടെ അത് ചെയ്തിരുന്നില്ല. അങ്ങനെ ഇന്നപ്പം അതൊരാൾ മരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരല്ലേ? മരിച്ചപ്പോഴൊക്കെ വന്നായിരിക്കും. നമ്മൾ കണ്ടില്ല. ഈ കോൺഗ്രസ്സുകാരെ ഇപ്പോഴും ആ വാർഡിൽ നിൽക്കായിരുന്നു. കോൺഗ്രസ് ഒരു പയ്യൻ ഈ വോട്ടിന് മത്സരിക്കാൻ സുശി എന്നാണ് അവൻ്റെ പേര്. കൊടുക്കാൻ സുശീലോടെ പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ ജയിക്കുമെങ്കിൽ എൻ്റെ പറഞ്ഞ അമ്മ ഞാൻ ഇതിൽ നിന്ന് നേടി വരുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ വഴി ശരിയാക്കി തരാമെന്ന്. ശരിയാക്കി തന്നെയായിരുന്നു. കൂടെ ഉണ്ടല്ലോ കൊടുത്തില്ല. ഒന്നും കൊടുക്കില്ല. അവളുകൾ കൊടുക്കാൻ വന്ന് എൻ്റെ പറഞ്ഞ എൻ്റെ അടുത്ത് ചെയ്യാൻ നിങ്ങളൊക്കെ വോട്ട് തന്നിട്ടും ഞാൻ ജയിച്ചില്ല. ഒരുപാട് അവിടങ്ങളിലുള്ളവരത്ത് കൂടെ തന്നെങ്കിൽ ഞാൻ ജയിച്ചനായിരുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ പയ്യൻ നമ്മളെ ഈ ആ വഴി ഇത്തിരി വെട്ടി താഴെ വെച്ച് തന്നെയായിരുന്നു. ഇതുവരെ നിർത്തിയെങ്കിൽ വെട്ടി വെച്ച് തന്നെയായിരുന്നു. ഞാൻ പിന്നീട് ഇപ്പം ഞാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് അഭ്യർത്ഥിച്ച് വന്നാ? കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചോദിച്ച് വന്നാ? ഒന്നും വന്നല്ല. അമ്മ എന്തിനു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പേപ്പർ കൊണ്ട് തന്നിട്ട് പോയി. വോട്ട് കൊടുക്കാന്ന് പറഞ്ഞാ? നമ്മളെ നാക്ക് തിന്നിട്ട് ഇങ്ങനെ കൊടുക്കാന്ന് പറയും. നമുക്ക് മനസ്സിലുള്ളവർക്ക് കൊടുക്കും. അതെ അതെ. ഞാൻ കഴിഞ്ഞ എങ്കിലും പിണറായി നല്ല മുഖ്യമന്ത്രിയാണല്ലേ? വലിച്ചുവാരി കൂട്ടാൻ അയാൾ മുഖ്യമന്ത്രി. ശരിയാ. ഉള്ളിയിൽ കൊണ്ടുവന്ന് വലിച്ചുവാരി ഉള്ളിയിലൊക്കെ കൊണ്ടുവന്ന് സ്വർണം കൊണ്ടുവന്ന് വലിച്ചുവാരി വയ്ക്കാന്നല്ല. അതാണ്. അതറിയാലേ? ഓർമ്മയുണ്ടല്ലേ? പിന്നെ ഓർമ്മയില്ലേ? അയ്യോ, അത് കൂടുതലും കൊണ്ടുപോയത് ഇവിടെ ശബരിമല അല്ലേ? ശബരിമലയിൽ അവനും അവൻ്റെ മോളും കൂടെ വന്നല്ല മോട്ടിക്ക്. എന്നൊക്കെ ആളുകൾ പറയണം. നമ്മൾ കണ്ടില്ല. പറയുന്നത് നമ്മൾ കാക്കും. അതെ. അങ്ങനത്തെ പാടപ്പി. അല്ലെങ്കിൽ ഇത് കിടക്കണം ഒരു 10 സീറ്റിന് പൈസ എന്നുള്ളതായിട്ടുണ്ട്. അതെ. അയ്യോ അതെ. 10 സീറ്റിന് പൈസ എന്നുള്ളതായിട്ടുണ്ട്. അതെ. അയ്യോ, എന്തൊരു കണ്ടീഷനിൽ കിടക്കണം നോക്കിയാണ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ പൈസ നമ്മൾ മഴ ചെയ്യണമെങ്കിൽ എന്തും ചെയ്യും മക്കളെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എന്തും ചെയ്യും.
ഇതാണ് നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിലെ അവസ്ഥയാണ് സത്യം പറഞ്ഞ. നമുക്ക് ആരുമില്ലാത്ത ഇത് അല്ലെങ്കിൽ 10 സീറ്റിന് പൈസ തന്നാൽ മതിയായിരുന്നു, വേറെ ഒന്നും തന്നെ. ഈ ഇതിന് ഈ വീടിൻ്റെ മുകളിൽ ചോരാതെ ഇടാനുള്ള സീറ്റല്ലേ? ആ ഓ, ഇവിടെയൊക്കെ നോക്കിയാണേ അവിടെ ആകാശം കാണാം അല്ലേ? ആ പിന്നെ വല്ലാത്ത ഞാൻ 2 കമ്പ് കെട്ടി കൊടുത്തേക്കാണ് താഴെ വിടാതിരിക്കാൻ. തന്നെ ആ ഷോ ഒരു കമ്പ് ഇതായിരിക്കുന്നു. ഏത്? ഒരു കമ്പ് ഈ കമ്പാ? ഇത് ഓ ഒന്ന് അപ്പുറത്തിരിക്കുന്നു, ആ മടലിൻ്റെ അപ്പുറത്തൂടെ. ഓഹോ ഓ. അത് ഞാൻ വെട്ടി തന്നെത്താനെ വെച്ചതാണ്. എനിക്ക് കാലിൻ്റെ മുട്ടൊന്നും വയ്യായിരുന്നു, തടിയിടിച്ചാണ് ഞാൻ നടക്കുന്നത്. വീടിൻ്റെ ഇവിടുത്തെ ചെളിയും പൊടിയും കാരണം പഞ്ചായത്ത് റോഡ് പണിഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് പാവ അമ്മ വീടിനകത്ത് പൊടിയായതുകൊണ്ട് വെള്ളം നനച്ചല്ലേ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൻ്റെ അവസ്ഥ. കഷ്ടമായിപ്പോയല്ലോ കർത്താവേ. 10 സീറ്റിന് പൈസ തരാത്തുണ്ട്. ഇത് കരകുളം പഞ്ചായത്തല്ലേ? കരകുളം പഞ്ചായത്ത്. നമ്മളെ ഈ വാർഡ് ഏതാണ്? വാർഡിൻ്റെ പേരെന്തര്? ഇടയ്ക്കോട് വാർഡ്. മെമ്പർ പേരെന്തര്? ഇവിടുത്തെ മെമ്പർ വാർഡ് മെമ്പർ ആര്? വേറെ പേരെന്തര്? മുസ്ലിം പയ്യനാണ്. മുസ്ലിം പെങ്കൊച്ച്. അത് ഇപ്പോഴും കയറിയത് ഒരു മുസ്ലിം ചെറുക്കൻ. മുസ്ലിം ചെറുക്കൻ. ആ ഇപ്പോഴും കയറിയത്. ഇതിനു മുമ്പ് കയറിയത് ഒരു മുസ്ലിം പെണ്ണ്. 10 വർഷമായി അവൾ കയറിയിട്ട്. ഓ പ്രണായി കയറിയപ്പോഴും 10 വർഷമായി. പിന്നെ ഇപ്പോഴും ഇവിടെ കയറിയത്. അല്ല വീടൊക്കെ ചെന്ന് നോക്കിക്കാണ്. ആരാ? അമ്മാച്ചിയുടെ വീടൊക്കെ. ഓ പൈസ ഉണ്ടാക്കിയല്ലേ അല്ലേ? അതല്ലേ എല്ലാവർക്കും അറിയാം. അത് മോഷ്ടിക്കണത് മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ മോഷ്ടിക്കണത്. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലുള്ള താഴോട്ടുള്ള എല്ലാവരും മോഷ്ടിക്കല്ലേ? അവരെ കൊണ്ട് നിർത്തി അവർ സ്വർണ്ണം വേർതിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുള്ളത് തന്നെ. ചെമ്പിന്ന് സ്വർണ്ണം വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെയല്ലേ ശബരിമലയിൽ നിന്ന് സ്വർണ്ണം വേർതിരിച്ചെടുത്തോണ്ട് പോയത്? ഓ എന്ത് ശബരിമലയിൽ ആരെങ്കിലും കയറുമമ്മ? ആരെങ്കിലും കയറുമമ്മ? അയ്യോ നമ്മളെ കേട്ട് കഴിവരും ഇല്ല. ശബരിമലയിൽ നിന്ന് 10 പൈസ മുതൽ മോഷ്ടിക്കുന്നു. അപ്പോൾ ശബരിമലയിൽ പോവാം, വേറെ ഒരു കോവിലിൻ്റെ ഇടയിൽ പോവാം. കോവിലിൻ്റെ ഇടയിൽ 10 പൈസ നമ്മൾ എടുക്കൂലല്ലോ. ഓ അപ്പം പിന്നെ പേടിച്ച് എങ്ങനെ നമ്മൾ മരിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഒക്കെ കിടക്കാം. മരിക്കുന്നവരെ കിടക്കണം, ജീവിക്കണം അല്ലേ?